ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി പെരട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒരു 350-400 ഗ്രാം അടുത്ത് ഉള്ളിയുണ്ട്, കൊച്ചുള്ളി. ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളക്, കുറച്ച് ഉപ്പ് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. ഈ വെള്ളത്തിനകത്ത് വേണം നമുക്ക് ആ ഉള്ളി ഒന്ന് വേവിച്ചെടുക്കുക. ഇത് അടുപ്പത്തോട്ടൊന്ന് വെക്കാം, മൂടി വെക്കുകയാണ്. ഒരു നെല്ലിക്കയുടെ അത്രയും വാളംപൊടി, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കുതുക്കാൻ വേണ്ടി വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വെന്ത് അങ്ങ് പോകണ്ട. എന്നിട്ട് ഈ ഒരു പരുവ് താഴോട്ട് വെക്കാം. ചീനച്ചട്ടിയോ ഒരു കടായോ അടുപ്പത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരല്പം കടുകൊന്ന് ഇട്ട് കൊടുക്കുക. ഉലുവായും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, ഒരു 5-8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കും. 1.5 ടേബിൾ സ്പൂൺ മുളക് ചതച്ചത്, അല്പം ഉലുവ പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടു, കുറച്ച് കായപ്പൊടി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നേരത്തെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഈ ഗ്രേവിക്ക് ആവശ്യമുണ്ട്, അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. നമുക്കൊരല്പം മധുരം വേണം. ഒരു 1.5 ടീസ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് ഈ മഴ സമയത്ത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമായിരുന്നു കേട്ടോ. ഈ വെള്ളവും കൂടെ കൂട്ടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരല്പസമയം ഈ അടുപ്പത്തൊന്നും ഇരിക്കട്ടെ. കാരണം ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിപ്പരട്ട് റെഡിയാവും. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഈ അടുപ്പൊക്കെ നിർത്താം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ.